അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബി എം മുഹ്സിൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധമായ റമദാനിൻ്റെ ദിനരാത്രങ്ങളിലാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മളെല്ലാവരും ഉള്ളത്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമദാൻ നമുക്ക് സമ്മാനിച്ചത്? വളരെ പ്രധാനപ്പെട്ട ചില ശുദ്ധീകരണങ്ങൾ, ആന്തരികമായ ശുദ്ധീകരണങ്ങൾ നടക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെയുള്ള പവിത്രമായ ഒരു മാസം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഭൗതികമായ പല സുഖങ്ങളും സന്തോഷങ്ങളും വിശുദ്ധമായ നോമ്പിലേക്ക് കൂടെ വല്ലാതെ കടന്നു വന്നപ്പോൾ റമദാൻ മാസം എന്ന് പറയുന്നത് പകൽ സമയം ഒഴിച്ചുള്ള സമയങ്ങൾ, അത് ആസ്വാദനത്തിൻ്റേത് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലൂടെയുള്ള വലിയ ആസ്വാദനം കണ്ടെത്തുന്ന ഒരു മാസമായി പലപ്പോഴും നമുക്കിടയിൽ മാറിയിട്ടുണ്ട്. 12 മണിക്കൂറോ 14 മണിക്കൂറോ ഒക്കെ നോമ്പ് നോറ്റ്, ആ നോമ്പ് നോറ്റ 14 മണിക്കൂർ നോമ്പ് നോറ്റത് എന്തോ ഒരു പീഡനമേറ്റതുപോലെ അതിന് പകരം വീട്ടുന്നു എന്ന തരത്തിലാണ് പല ആളുകളും നോമ്പ് തുറക്കുന്നത് തന്നെ. മുക്രിക്ക ബാങ്ക് കൊടുക്കുന്നത് കാത്തുനിന്നുകൊണ്ട് ഒരു വലിയ സമരത്തിന് തുടക്കം കുറിക്കുന്നത് പോലെയാണ് പലരും ഭക്ഷണം കഴിക്കുന്നത് കാണുന്നത്. സത്യത്തിൽ റമദാനിൽ നാം ശീലിക്കേണ്ട ഒരു പ്രത്യേകമായ ഭക്ഷണ രീതി നമുക്കുണ്ട്. റമദാനിൽ മാംസവും അതുപോലെയുള്ള പൊരിക്കടികളും നെയ്യും കൊഴുപ്പും അധികമായുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഭക്ഷണ ടേബിളിൽ നിന്ന് നാം ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ക്ഷീണം തരുന്ന, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നശിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം നിരന്തരമായി എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലാണെങ്കിലും മറ്റുള്ള പരിപാടികൾക്ക് പോകുമ്പോഴാണെങ്കിലും അതെല്ലാം നിരത്തി വെച്ച ഭക്ഷണമെല്ലാം കഴിച്ച് നോമ്പ് കഴിയുമ്പോഴേക്കും ഒരു രോഗിയായി പലപ്പോഴും പലരും മാറുന്നത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാംസം സാധാരണ എല്ലാ ദിവസങ്ങളിലും മാംസം കഴിക്കാത്ത ആളുകൾ പോലും നോമ്പിന് മുഴുവൻ ദിവസങ്ങളിലും മാംസം കഴിക്കുന്നതും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പൊരിക്കടികളുടെ, എണ്ണക്കടികളുടെയും നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യമടക്കം തകർക്കുന്നതിൽ, നമ്മുടെ നാഡീഞരമ്പുകളിൽ കൊഴുപ്പുകൾ കെട്ടിക്കിടക്കുന്നതിന് കാരണമായേക്കാവുന്ന പൊരിക്കടികളും അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ നാം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ വലിയ രീതിയിൽ തകർക്കുന്നതായിട്ട് ആരോഗ്യരംഗത്തുള്ള വിദഗ്ധന്മാർ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. യഥാർത്ഥത്തിൽ മാംസത്തിന്റെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, മാംസത്തിന് ഒരു ലഹരിയുണ്ട്, ഒരു മുസ്ലിമിന് ആ ലഹരി പിടികൂടാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ. സ്ഥിരമായി മാംസം കഴിക്കുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പകൽ മുഴുവനും സഹിച്ചതിന് ഒരു പകരം വീട്ടിൽ എന്ന രീതിയിൽ ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും പലപ്പോഴും നമ്മുടെ ഒരു രീതി അങ്ങനെയായി പോയിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണത്തിൽ ഈ പറഞ്ഞ മാംസവും അങ്ങനെയുള്ള കൊഴുപ്പുള്ള പൊരിക്കടികളും അങ്ങനെയുള്ള ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ പരമാവധി കുറച്ചു കൊണ്ടുവന്ന് വെജിറ്റബിൾ ഐറ്റംസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും നമ്മുടെ ഭക്ഷണത്തിൽ കാര്യമായി നാം ആഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഊർജ്ജസ്വലനായി നിസ്കാരങ്ങളും മറ്റു എല്ലാ ആരാധനാ കർമ്മങ്ങളും ചെയ്യാൻ കഴിയുകയും പള്ളിയിൽ പോവുകയും ഒത്തികാവിരിക്കുകയും തുടങ്ങിയ ഒരുപാട് നല്ല സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്ന ആരോഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഈ കഴിച്ചതിന്റെ മാംസവും ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചതിന്റെ ആ ക്ഷീണത്തിലിരിക്കുന്ന നമുക്ക് വേണ്ടത്ര ഊർജ്ജസ്വലത, റിജുവിനേഷൻ കിട്ടാത്തതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്ന ആരാധനകൾ പലപ്പോഴും ചെയ്യാൻ കഴിയുന്നില്ല. പല ആളുകളും പറയാറുണ്ട്, കോൺസ്റ്റിപ്പേഷൻ അടക്കമുള്ള, മലബന്ധം അടക്കമുള്ള പ്രശ്നങ്ങൾ ഈ വിശുദ്ധമായ റമദാനിൽ നേരിടുന്ന ആളുകൾ നമ്മുടെ ദഹന വ്യവസ്ഥ കേടുവരുന്നു എന്നർത്ഥം. ഇതെന്തോ ഒരു തിന്നാനുള്ള മാസമാണ് എന്നർത്ഥത്തിലാണ് പലരും കണ്ടുവച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പല ആളുകളും റമദാനിന്റെ മുമ്പ് തൂക്കിക്കഴിഞ്ഞാൽ 68 കിലോ ഉള്ളവർ റമദാൻ കഴിയുമ്പോൾ 78 കിലോവും 73 കിലോ ഒക്കെ ആയിട്ട് 4, 5, 8, 10 ഒക്കെ കിലോ കൂടുന്ന അവസ്ഥയിലേക്ക് ആളുകൾ മാറുന്നത് അതാണ്. ഇതെന്തോ ഭക്ഷണം കഴിക്കാനുള്ള മാസമാണ് എന്ന തരത്തിൽ നമ്മുടെയൊക്കെ നാട്ടിൻ പുറങ്ങളിൽ ഇപ്പോൾ തന്നെ കണ്ടു. ഇറച്ചിപ്പത്തിൽ, നെയ്യ്, അതുപോലെ തന്നെ ചിക്കൻ പത്തിൽ, പല പേരിലുള്ള, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ റമദാൻ സ്പെഷ്യൽ ഫുഡ് തന്നെ എല്ലായിടത്തും അത് വന്നു കഴിഞ്ഞു. റമദാനിൽ പ്രത്യേകമായ ഫുഡ് അത് ഓർഡർ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഹോട്ടലുകളും അങ്ങനെയുള്ള ഭോജനശാലകളും നിരവധി നമ്മുടെ നാടുകൾ നിരന്നിരിക്കുന്നു. അതെല്ലാം പോയി തിന്ന് കഴിച്ച്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്പം മാത്രം ഭക്ഷണം, നോമ്പ് തുറക്കുമ്പോഴാണെങ്കിലും അല്പം മാത്രം ഭക്ഷണം കഴിച്ച്
നോമ്പ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നുണ്ട്. നോമ്പ് തുറക്കുമ്പോഴാണെങ്കിലും അല്പമാത്രം ഭക്ഷണം കഴിച്ച് നമ്മുടെ ഊർജം നിലനിർത്താൻ ആവശ്യമായ മാത്രം ഭക്ഷണം കഴിച്ച് മറ്റുള്ള സമയങ്ങളിൽ മുഴുവനും ഇബാദത്തിലേക്ക് മുഴുകാനുള്ള ഒരു ചിന്താഗതിയിലാണ് സത്യം പറഞ്ഞാൽ ഈ മാസത്തെ നാം സമീപിക്കേണ്ടത്. ഞാൻ പറഞ്ഞ മലബന്ധം, ദഹന പ്രക്രിയ കേടുവരുന്നതുകൊണ്ട്, അതിന് തകരാറ് വരുന്നതുകൊണ്ട് പല ആളുകൾക്കും വയറ് സ്തംഭനം അടക്കമുള്ള പ്രശ്നങ്ങൾ വരുന്നു. ഇങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് വിശുദ്ധമായ റമളാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഉദ്ദേശം പലപ്പോഴും നടക്കാതെ വരുന്നത്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഭക്ഷണ രീതിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂ വഇദാ അകൽനാ മാ ശബിഅന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞങ്ങളൊരു സമൂഹമാണ്, ലാ നഅകുലു ഹത്താ നജൂ, വിശന്നാൽ അല്ലാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയില്ല. അവർ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ വിശപ്പുണ്ടാകും എന്നത് സ്വാഭാവികമാണ്. പക്ഷേ വഇദാ അകൽനാ മാ ശബിഅന, പക്ഷേ വയറ് നിറയുന്നതിന്റെ മുമ്പ് ഭക്ഷണം നിർത്തി എഴുന്നേറ്റ് പോകുന്നവരാണ് ഞങ്ങളെന്നാണ് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധമായ ഇസ്ലാമിന്റെ ആരോഗ്യ സങ്കല്പം, വിശുദ്ധമായ ഇസ്ലാമിന്റെ ഭക്ഷണ സങ്കല്പവും പരിപാലിച്ചു കൊണ്ടു നടക്കുന്ന ഒരാൾക്ക്, അയാൾക്ക് ജീവിതത്തിൽ ഒരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരേണ്ടതില്ല. ആരാധനകളും മറ്റു കർമ്മങ്ങളും കൂടെ സ്വീകരിക്കുന്ന ഒരാൾക്ക് വളരെ നല്ല ആരോഗ്യമായിരിക്കും അയാൾക്കുണ്ടായിരിക്കുക. അങ്ങനെയുള്ള ആരോഗ്യ സങ്കല്പമാണ് വിശുദ്ധമായ ഖുർആനിൽ. അപ്പോൾ പറഞ്ഞതിന്റെ ആകത്തുക, ഈ വിശുദ്ധമായ റമളാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനുള്ള മാസമല്ല. പകൽ സഹിക്കുന്ന പീഡനങ്ങൾക്ക്, പകൽ സഹിക്കുന്ന ത്യാഗം എന്ന രീതിയിൽ രാത്രി അതിന് പകരം വീട്ടി പലതരത്തിലുള്ള ഭക്ഷണം കഴിച്ച് തീർക്കാനുള്ളതല്ല. ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുകയും നമ്മുടെ ഭക്ഷണത്തിൽ മാംസം, എണ്ണക്കടികളും അതുപോലെ തന്നെ പൊരിച്ച മാംസമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് അത് ദിവസവും കഴിക്കുന്നത് നിർബന്ധമായും ഒഴിവാക്കി അങ്ങനെയുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആരോഗ്യകരമായ രീതിയിൽ അതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെയുള്ള ഒരു ആരോഗ്യത്തോടുകൂടെ അങ്ങനെയുള്ള ഒരു ഭക്ഷണ രീതിയിൽ അവിടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് എന്താണോ വിശുദ്ധമായ റമളാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ യഥാർത്ഥ ഉദ്ദേശം നമുക്ക് നടക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു നല്ല രീതിയിൽ ഭക്ഷണ രീതിയിലേക്ക് കടന്നു വരികയും ഒരു മുസ്ലിമായ മനുഷ്യൻ പാലിക്കേണ്ട മറ്റുള്ള എല്ലാ ആരാധനാ കർമ്മങ്ങളും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് ഈ വിശുദ്ധമായ റമളാനെ വളരെ നല്ല രീതിയിൽ വരവേൽക്കുകയും തുടക്കമാണ്. ഒമാൻ അല്ലാത്ത മറ്റെല്ലാ രാജ്യങ്ങളിലും ഇന്ന് വിശുദ്ധമായ 3ാമത്തെ നോൽമ്പാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ വിശുദ്ധമായ റമളാനിൽ എത്താൻ നമുക്ക് സാധിച്ചു. ഇപ്പോൾ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എല്ലാവരും തീരുമാനങ്ങൾ എടുക്കുക. ഈ റമളാൻ കഴിയുമ്പോഴേക്കും ചുരുങ്ങിയത് ഇത്ര ഖത്തം ഞാൻ ഓതുന്നുണ്ട്, ആവുന്നത് അങ്ങ് ആവും എന്ന ആ ഒരു നിലപാടിന് പകരം ഇത്ര ഖത്തം, 5 ഖത്തം, 8 ഖത്തം, 10 ഖത്തം, 3 ഖത്തം ഞാൻ നിർബന്ധമായും ഞാൻ തീർക്കും. അത് ഒരു ദിവസം ഇത്ര പാരായണം ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ സാധിക്കും. 5 ഖത്തം അള്ളാഹു തആല നമുക്ക് ഒരുപാട് ഖുർആൻ ഓതാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. 5 ഖത്തം ഓതാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് അത് ചെയ്യാവുന്നതാണ്. ഓരോ നിസ്കാരത്തിനും ശേഷം, ഫറലായ ഓരോ നിസ്കാരത്തിനും ശേഷം ഓരോ ജുസ് ഓതിക്കഴിഞ്ഞാൽ തന്നെ വളരെ സിമ്പിളായി നമുക്ക് 5 ഖത്തം തീർക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത്ര ലക്ഷം സ്വലാത്ത്, അതുപോലെയുള്ള മറ്റുള്ള സൽക്കർമ്മങ്ങൾ, നിസ്കാരം വർദ്ധിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മാസം നമ്മിൽ നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഇത്രയും ഖത്തം ഞാൻ ഓതിയിരിക്കും, ഇത്രയും സ്വലാത്ത് ഞാൻ തീർത്തിരിക്കും എന്ന ഒരു പ്രതിജ്ഞ, കൃത്യമായൊരു ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് പോകുന്നവരാണ് യഥാർത്ഥത്തിൽ നല്ല സൽക്കർമ്മങ്ങൾ അവർ ഒരുപാട് ചെയ്യുന്ന ആളുകൾ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ മാസത്തിൽ ആദ്യം പറഞ്ഞതുപോലെയുള്ള ഭക്ഷണ രീതികളിൽ ശ്രദ്ധിക്കുകയും അതോടൊപ്പം ഇങ്ങനെയുള്ള ഈ ഒരു മാസം പരമാവധി കഴിയുന്നതിന്റെ മാക്സിമം അടുത്തൊരു റമദാനിൽ നമ്മളെല്ലാവരും ഉണ്ടാകുമോ എന്ന് പോലും നമുക്കറിയില്ല. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, ആമീൻ. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മൾ റമദാനിൽ ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ഒരുപാട് പോരായ്മകളുള്ള ഇബാദത്തുകളാണ്. അള്ളാഹു എല്ലാം പരിപൂർണമായും പുറത്തു നിന്ന് സ്വീകരിച്ച് ഇതിൻ്റെയൊക്കെ ഫضل കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ഖബറിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരുടെ മക്കളടക്കമുള്ള ആളുകൾ അവരുടെയൊക്കെ ഖബർ അള്ളാഹു തആല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. അങ്ങനെ ഈ മാസത്തെ പരിപൂർണമായും സ്വീകരിച്ച് വളരെ സന്തോഷത്തോടുകൂടെ നാളെ നമ്മളൊക്കെ മരണപ്പെട്ട് ആഖിറത്തിലെത്തുന്ന സമയത്ത് നമുക്ക് വേണ്ടി സന്തോഷത്തോടുകൂടെ ഇദ്ദേഹം റമളാൻ നമുക്ക് വേണ്ടി പറയുന്ന, നമുക്ക് വേണ്ടി നമ്മുടെ ഭാഗം പറയുന്ന അങ്ങനെയുള്ള ഭാഗ്യവാന്മാരായി നമുക്ക് മരിച്ചു പോകണം. അള്ളാഹു അതിനൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്
എല്ലാ സമയത്തും എല്ലാ ദുആകളിലും എല്ലാവരും പ്രത്യേകം ഉൾപ്പെടുത്തണമെന്ന് വളരെ വിനീതമായി അറിയിച്ചുകൊണ്ട് വാഹൃദവാനായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.